സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ. നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം? 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം. കൂടാതെ സൈനാസ് മേക്ക് ഓവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ. ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, ഫാഷൻ മേക്കപ്പ്, എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും, ഹെയർ ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ്, കൂടാതെ വാക്സ് റിമൂവൽ, സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു. ഫീൽ ദ ഡിഫറൻസ്. സൈനാസ് ബ്യൂട്ടി അക്കാദമി ആൻഡ് സൈനാസ് മേക്ക് ഓവേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. മാനവേദൻ സ്കൂളിൽ മികവ് 2026 106 പ്രതിഭകൾക്ക് നാടിന്റെ ആദരം. ഓഡിറ്റോറിയത്തിന് 30 ലക്ഷം രൂപ അനുവദിച്ചെന്ന് MLA. ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച 106 വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മികവ് 2026 ആഘോഷപൂർവ്വം നടന്നു. പരിപാടി നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് മാത്രമല്ല, നാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ പേരായി നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു എന്നതായി യാഥാർത്ഥ്യം. ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഒന്ന് അലീനയും നിഷയും മാളവികയും അങ്കിതയും നാഷണൽ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളാണ്. ജില്ലാ ടീമിലല്ല, കേരള ടീമിലല്ല, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ടീമിലെ അംഗങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിലാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വയലിൻ വായിച്ച യദു ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല വയലിനിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ സ്കൂൾ തലത്തിൽ ആരാ? മാനവേദൻ സ്കൂളിലെ യദുവാണ്. അതിനേക്കാളും വലുത് നമുക്ക് എന്താ ഉള്ളത്? അത് വയലിനിൽ മാത്രമല്ല, വൃന്ദവാദ്യത്തിലും മാനവേദൻ സ്കൂൾ തന്നെയാണ് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യം. സ്കൂളിന്റെ സമഗ്ര വികസനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച MLA പുതിയ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചതായും ചടങ്ങിൽ അറിയിച്ചു. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹം അനുസ്മരിച്ചു. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജയികളായ 106 കുട്ടികൾക്കും നഗരസഭയുടെ വകയായുള്ള മെഡലുകൾ അധ്യക്ഷ സമ്മാനിച്ചു. രാവിലെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലിയിൽ NCC, SPC, JRC, NSS വിഭാഗം കുട്ടികൾ അണിനിരന്നു. ഹാരമണിയിച്ച് പ്രതിഭകളെ ആനയിച്ചു. ഘോഷയാത്രയ്ക്ക് ജനതപ്പടിയിൽ നാട്ടുകാരും ചന്തക്കുന്നിൽ ഡ്രൈവേഴ്സ് യൂണിയനും സ്വീകരണം നൽകി. ആദരവ് ഏറ്റുവാങ്ങിയ പ്രമുഖ താരങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ്, BCCI നാഷണൽ ക്രിക്കറ്റിൽ കേരളത്തിനായി സെഞ്ചുറി നേടിയ ശ്രദ്ധ സുമേഷ്, ദേശീയ ഫുട്ബോളിൽ കേരളത്തിനായി വെള്ളി മെഡൽ നേടിയ അലീന, നഷ, അങ്കിത, പെൻചാക് സിലാറ്റ് ആയോധനകലയിൽ സ്വർണ്ണ മെഡൽ നേടിയ യദുദേവ്, ഫുട്ബോളിൽ കേരള ടീമിനായി ജേഴ്സി അണിഞ്ഞ മുഹമ്മദ് അഫ്ലഖ്, ജിസ്ന, അശ്വിനി, ദിയ ഫാത്തിമ, ഷിഫിന, സ്വന്തമായി ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ആതിഫ്, സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വയലിൻ താരം യദുകൃഷ്ണ, സംഘനൃത്തം, വൃന്ദവാദ്യം ടീം തുടങ്ങി 106 പ്രതിഭകളെ ചടങ്ങിൽ മൊമെന്റോയും മെഡലുകളും നൽകി ആദരിച്ചു. ഇവരെ പരിശീലിപ്പിച്ച കോച്ചുകളായ കമാൽ മോയിക്കൽ, സലാം, ഷാഹിദ് മാസ്റ്റർ, മുൻ കായികാധ്യാപകൻ അനിൽകുമാർ, ശ്രീധരൻ മാസ്റ്റർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത്, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, ഹെഡ് മാസ്റ്റർ MM അബ്ദുറഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മുംതാസ് P, സുരേഷ് പാത്തിപ്പാറ, സ്മിത ടീച്ചർ, മേരീസ് ഷിബു, കൌൺസിലർമാരായ റെജീന നൌഷാദ് അലി, ഷിഹാബി ഇണ്ണി, സെനില P, മിനീസ് കറിയ, പ്രഭ ടീച്ചർ, സ്വപ്ന ടീച്ചർ, സൈഫുദ്ദീൻ, ഉമ്മർ നാണി എന്നിവർ പങ്കെടുത്തു. പരിപാടികൾക്ക് റഷീദ് MM, സുനിൽ, ജിതേഷ്, ലിജിന, സുരേഷ് K, ബിജു K, സൗദത്ത്, ജമാൽ മൂത്തേടത്ത്, ഷംസീർ അലി, സുൽഫീഖർ അലി, സക്കീർ മാടത്തിങ്കൽ, ഗഫൂർ നാണി എന്നിവർ നേതൃത്വം നൽകി. N4 ന്യൂസ്, നിലമ്പൂർ. Fashion ranging from ₹19 to ₹999. Atlas Fashion, Perindalmanna, Nilambur, Kadakal.
PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ VK റോഡ് നിലമ്പൂർ.